കൂട്ടുകാരി, ഇത് മഞ്ഞ് വീഴുന്ന ഡിസംബർ മാസം. ക്രിസ്മസ് നക്ഷത്രങ്ങൾ ഭൂമിയിലാകെ പ്രകാശം പരത്തി വെളിച്ചം വിതർന്നു. അകലെ ആകാശത്ത് മാലാഖമാർ ഹല്ലേലൂയ പാടുന്നു. കിഴക്കൻ ചക്രവാളത്തിൽ ക്രിസ്മസ് നക്ഷത്രം വരവായി. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നെന്ന് പറയുകയും വെളിച്ചമായി ജീവിക്കുകയും ചെയ്ത യേശുദേവൻ്റെ പിറവിയെ വാഴ്ത്തുന്ന ക്രിസ്മസ് രാവ്. മഞ്ഞ് പൊഴിക്കുന്ന ആകാശത്തിന് താഴെ വർണ്ണാഭ വിതറി 1000 ക്രിസ്മസ് നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മുന്നു. സ്വർഗലോകത്തിൽ നിന്നും ദൈവത്തിൻ്റെ മാലാഖമാർ യേശുവിനെ വാഴ്ത്തുന്നു. ഇന്നത്തെ ഇസ്രായേലിലെ പലസ്തീൻ പ്രദേശമായ ബെത്ലഹേമിലെ ഒരു പുൽക്കുടിലാണ് ഉണ്ണി യേശു പിറവിക്കൊണ്ടത്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരുണ്ടാവിൽ രാപാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരാ. ബെത്ലഹേമിലെ ഒരു പുൽക്കുടിലാണ് ഉണ്ണി യേശു പിറവിക്കൊണ്ടത്. യേശുവിൻ്റെ ജന്മം ഇപ്രകാരമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയം ജോസഫിന് പ്രതിഷ്ഠിത വധുവായിരിക്കെ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാക്കപ്പെട്ടു. ഗർഭിണിയായ മറിയമിനെയും കൂട്ടി ജോസഫ് ഗലീലിയായിലെ നസ്രത്തിൽ നിന്നും ബെത്ലഹേമിലേക്ക് പുറപ്പെട്ടു. ദുർഘടമായ യാത്രക്കിടെ താമസിക്കാൻ ഇടം കിട്ടാതെ ഒരു കാലിത്തൊഴുത്തിൽ മറിയം പ്രസവിച്ചു. ഡിസംബർ മാസം 25-ന് മഞ്ഞ് വീഴുന്ന രാത്രിയിൽ ബെത്ലഹേമിലെ ആട്ടിടയന്മാരുടെ അടുത്ത് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു. പുൽത്തൊട്ടിയിൽ രക്ഷകൻ പിറന്നിരിക്കുന്നതായി അറിയിച്ചു. ദൂതന്മാരുടെ രാജാവായിരുന്ന ഹെറോദാസ് ഉണ്ണിയേശുവിൻ്റെ പിറവിയെ ഭയപ്പെട്ടു. നസ്രാത്തിലെ കന്യകയ്ക്ക് പിറക്കുന്ന കുട്ടി ഇസ്രായേലിലെ രാജാവായി മാറുമെന്ന പ്രവചനത്തെ രാജാവ് ഭയപ്പെട്ടു. ആ സമയത്താണ് കിഴക്ക് നിന്ന് 3 ജ്ഞാനികൾ പ്രത്യക്ഷപ്പെട്ടത്. യേശു പിറന്ന സമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചുയർന്ന ഒരു പ്രത്യേക നക്ഷത്രത്തെ പിന്തുടർന്നായിരുന്നു അവരുടെ വരവ്. യഹൂദരുടെ രാജാവായി ജനിച്ചവൻ എവിടെ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ടു, അവനെ ആരാധിക്കാൻ വന്നിരിക്കുന്നു. ജ്ഞാനികൾ യാത്രയായി. അപ്പോൾ അതാ കിഴക്ക് അവർ കണ്ട നക്ഷത്രം ഉദിച്ചു നിൽക്കുന്നു. കുട്ടി ജനിച്ച സ്ഥലത്ത് ചെന്ന് നിൽക്കുവോളം അത് അവരെ പിന്തുടരുന്നു. ജ്ഞാനികൾ നക്ഷത്രത്തിന് പിന്നാലെ നടന്നു. അവർ പുൽക്കുടിലെത്തി. അമ്മയായ മറിയമിനെ അടുത്ത് കിടക്കുന്ന ഉണ്ണിയേശുവിനെ കണ്ട് അവർ നമസ്കരിച്ചു. തിരുപ്പിറവിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓരോ വർഷവും ക്രിസ്മസ് കടന്നു വരുന്നു. മണ്ണിലും വിണ്ണിലും ദൈവസ്തോത്രങ്ങൾ ഉയരുന്നു. വീണ്ടും ഇതാ ഒരു ക്രിസ്മസ്. കോവിഡ്-19 ആസുരകാലത്തും പ്രതീക്ഷാനിർഭരമായ ക്രിസ്മസ് നക്ഷത്രത്തിനായി ലോകം കാതോർക്കുന്നു. സമാധാനത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ മാലാഖമാർ ആകാശത്ത് വട്ടം ചുറ്റി പറക്കുന്നു. സാന്താക്ലോസുമാർ ഹല്ലേലൂയ പാടി ഭൂമിയിൽ നിറയുന്നു. ആരവങ്ങളില്ലെങ്കിലും ആഘോഷങ്ങളില്ലെങ്കിലും നമ്മളും രാമനാട്ടുകര ഗവൺമെൻറ് യു പി സ്കൂളിലെ കുട്ടികൾ ഈ ആഘോഷത്തിൽ പങ്കുചേരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, സാന്താക്ലോസിൻ്റെ വേഷമിട്ട് ക്രിസ്മസ് ട്രീയൊരുക്കി സ്കൂൾ ഗ്രൗണ്ടിൽ നക്ഷത്രങ്ങൾ തൂക്കി ക്ലാസ് മുറികളിൽ കേക്ക് നുഴഞ്ഞ് ജിംഗിൾ ബെൽ പാടി നാം ക്രിസ്മസ് ആഘോഷിച്ചത്. മധുരമായ ഓർമ്മകൾ. ആ ഓർമ്മകൾ നമുക്ക് അയവിറക്കാം. ഒപ്പം ഭൂമിയിൽ സമാധാനത്തിനായി, സന്തോഷത്തിനായി പ്രാർത്ഥിക്കുക. പ്രിയ കൂട്ടുകാരെ, ഈ കോവിഡ് കാലത്ത് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയില്ലെങ്കിലും ക്രിസ്മസുമായി ബന്ധപ്പെട്ട ക്രിസ്മസ് ട്രീ ഒരുക്കിയും സാന്താക്ലോസിൻ്റെ വേഷമിട്ടും അയൽ വീടുകളിൽ സന്ദർശിച്ച് നമുക്ക് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ ക്രിസ്മസ് ആഘോഷിക്കാം. ഒപ്പം ഏതാനും ബൈബിൾ കഥകളും
നമുക്ക് പരിചയിക്കാം. ഓരോ ആഘോഷങ്ങളും ഓരോ ആചാരങ്ങളുമായി, ഓരോ വിശ്വാസങ്ങളുമായി, ചില സമയങ്ങളിലെല്ലാം ഗ്രന്ഥങ്ങളുമായി പരിചയപ്പെടാനുള്ള വേള കൂടിയാണെന്ന് കാര്യം മാഷ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ബൈബിൾ കഥ മാഷ് കൂട്ടുകാർക്ക് വേണ്ടി പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. കൂട്ടുകാരെ, കഥയുടെ പേര് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. യേശു പല ജീവിത സന്ദർഭങ്ങളിൽ തൻ്റെ ശിഷ്യന്മാർക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിരുന്നത് ചെറിയ കഥകളിലൂടെയായിരുന്നു. ശിഷ്യന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഇടയിലുള്ള ചില അനീതികളെ, ചില അരുതായ്മകളെ ഇല്ലാതാക്കിയത് കഥകൾ പറഞ്ഞായിരുന്നു. ബുദ്ധഭഗവാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. മഹാന്മാരായ പ്രവാചകരൊക്കെ ഈ രീതി പിന്തുടർന്നിട്ടുണ്ട്. യേശു പറഞ്ഞ ഒരു കഥ ഞാനിവിടെ പറയാം. കൂട്ടുകാർ ശ്രദ്ധിച്ച് കേൾക്കുക. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഒരിക്കൽ ഒരു നിയമജ്ഞൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാലോ, ഒരു വക്കീൽ യേശുവിൻ്റെ അടുത്തെത്തി. അയാൾ ചോദിച്ചു, ഗുരു, നിത്യജീവൻ നേടാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ ഉള്ളു തുറന്ന് സ്നേഹിക്കണം. അത് മാത്രം പോരാ, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. യേശുവിൻ്റെ മറുപടി കേട്ടിട്ട് ആ വക്കീലിന് ഒട്ടും തൃപ്തിയായില്ല. അയാൾ വീണ്ടും ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? അതിന് മറുപടിയായി യേശുദേവൻ ഒരു കഥയാണ് പറഞ്ഞത്. നല്ല സമരിയക്കാരൻ്റെ കഥ. കഥ കേൾക്കാൻ തയ്യാറല്ലേ? ഒരിക്കൽ ജെറുസലം ദേശത്തു നിന്നും ഒരാൾ ജെറീക്കോ എന്ന സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. ഈന്തപ്പനകളും അത്തിമരങ്ങളും ഇടതൂർന്നു നിൽക്കുന്ന വഴിയിലൂടെ അയാൾ കുറേ ദൂരം മുന്നോട്ട് നീങ്ങി. ഒരു കഴുതപ്പുറത്തായിരുന്നു അയാളുടെ യാത്ര. ആ ജെറുസലേംകാരൻ്റെ കയ്യിൽ കുറേ പൊന്നും പണവും പലഹാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ ദൂരം പിന്നിട്ടപ്പോൾ വഴിവെക്കിലെ കുറ്റിക്കാട്ടിൽ പതുങ്ങിയിരുന്ന ഏതാനും കൊള്ളക്കാർ അയാളുടെ മുന്നിലേക്ക് ചാടി വീണു. കൊള്ളക്കാരുടെ കയ്യിൽ വടികളും കുന്തങ്ങളും ചാട്ടവാറുകളും ഉണ്ടായിരുന്നു. കൊള്ളക്കാർ അയാളെ പിടികൂടി. യാത്രക്കാരൻ വല്ലാതെ പേടിച്ചു വിറച്ചു. അയാളുടെ പക്കലുണ്ടായിരുന്ന പൊന്നും പണവും ഭക്ഷണ സാധനങ്ങളുമെല്ലാം അവർ കൊള്ളയടിച്ചു. അതുമാത്രമോ, അയാളുടെ വസ്ത്രങ്ങൾ പോലും അവർ ഊരി എടുത്തു. എന്നിട്ടും അരിശം തീരാതെ അയാളെ മർദ്ദിച്ചവശനാക്കി പെരുവഴിയിൽ തള്ളിയിട്ടു. അയാളുടെ കൈകാലുകളും നെറ്റിത്തടവും പൊട്ടി ചോര വാർന്നൊഴുകി. തീർത്തും അവശനായ ആ സാധു മനുഷ്യൻ വഴിയിൽ കിടന്ന് നിലവിളിച്ചു, അമ്മേ, ഒരിറ്റു വെള്ളം. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് അയാൾ പാതവക്കിൽ അലറിക്കരഞ്ഞു. ഈ സമയത്ത് നീണ്ടു നരച്ച തൻ്റെ താടി മെല്ലെ മെല്ലെ തടവിക്കൊണ്ട് ഒരു പുരോഹിത പ്രമാണി അല്ലെങ്കിൽ ഒരു പള്ളിയിലച്ഛൻ ആ വഴിക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. പാതവക്കിൽ കിടന്ന് കേഴുന്ന ഈ ദുർബലനായ യാത്രക്കാരനെ കണ്ട് കണ്ഠഭാവം നടിക്കാതെ അയാൾ തിരിച്ചു നടന്നുപോയി. ആ സാധു മനുഷ്യൻ അപ്പോഴും കരയുകയായിരുന്നു. ഇതിനിടയിൽ ഒരു ലേവായൻ അതുവഴി കടന്നു വന്നു. ആരാണ് ലേവായൻ? ദേവാലയത്തിൽ, അമ്പലത്തിൽ, പള്ളിയിൽ ജോലി നോക്കുന്ന, അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുടെ പേരാണ് ലേവായൻ. പക്ഷേ അതുകൊണ്ട് എന്ത് കാര്യം? മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു കണിക പോലും ആ ലേവായനിലുണ്ടായിരുന്നില്ല. അയാളും കടന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സമരിയക്കാരൻ അതുവഴി കടന്നു വന്നു. ആരാണ് സമരിയക്കാരൻ? ഫലസ്തീന ദേശത്ത് ഒരു ചെറിയ ഗ്രാമമായിരുന്നു സമരിയ.
അവിടെയുള്ള ആൾക്കാരെ പലസ്തീന പ്രദേശത്തുള്ളവരാരും ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പോലെ ഉയർന്ന ജീവിത നിലവാരം അവർ പുലർത്തിയിരുന്നില്ല. അവർ സാധാരണക്കാരായിരുന്നു, തൊഴിലാളികളായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന രീതിയിൽ ജീവിച്ചവരായിരുന്നു. വഴിവക്കിൽ ഒരു മനുഷ്യൻ അവശനായി കിടക്കുന്നത് കണ്ട് തൻ്റെ കഴുതപ്പുറത്ത് ഇറങ്ങി അയാൾ വേഗം അയാളെ എടുത്ത് മടിയിൽ കിടത്തി. തൻ്റെ പക്കലുണ്ടായിരുന്ന എണ്ണയും വീഞ്ഞും ഒഴിച്ച് അയാളെ മുറിവുകളൊക്കെ കഴുകി വൃത്തിയാക്കി. പിന്നെ അവിടെയും ഇവിടെയുമായി കണ്ട പച്ചമരുന്നുകൾ പറിച്ചു കൊണ്ടുവന്ന് മുറിവിൽ വെച്ചു കെട്ടി. അയാളുടെ കവിളിലൂടെ ഒഴുകുന്ന കണ്ണീർച്ചാലുകൾ സമരിയക്കാരൻ തൻ്റെ തൂവാല കൊണ്ട് തുളച്ചു. ദുഃഖിതനായ അവശനായ അയാളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല സഹോദര, താങ്കൾ കരയേണ്ട. താങ്കൾക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊള്ളാം. തൽക്കാലം നമുക്കിവിടെ നിന്ന് പോകാം. അല്പമൊരാശ്വാസമായപ്പോൾ സമരിയക്കാരനെയും കൂട്ടി അയാൾ തൻ്റെ കഴുതപ്പുറത്ത് യാത്രയായി. കുറച്ചകലെയുള്ള ഒരു സത്രത്തിന് മുന്നിലെത്തിയപ്പോൾ സമരിയക്കാരൻ പറഞ്ഞു, തൽക്കാലം ഇവിടെ ഇറങ്ങിക്കോളൂ. ഇവിടെ നമുക്ക് താമസത്തിനും ഭക്ഷണത്തിനും സൗകര്യമുണ്ട്. വേണ്ട ശുശ്രൂഷകളും കിട്ടും. ചിലപ്പോൾ സത്രം എന്ന് പറഞ്ഞാൽ കൂട്ടുകാർക്ക് മനസ്സിലാവില്ല. പഴയ കാലത്ത് ഇന്നത്തെ പോലെ റോഡുകളും അങ്ങാടികളും വികസിച്ചില്ലാത്തൊരു കാലത്ത് ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്ക് രാത്രികളിൽ താമസിക്കാനും വിശ്രമിക്കാനുമുള്ള ഇടങ്ങൾ ഒരുക്കിയിരുന്നു. അവിടെ ഭക്ഷണവും വിശ്രമവും ഒക്കെ കിട്ടും. ചെറിയൊരു പണം കൊടുത്താൽ മതി. അത്തരം സ്ഥലത്തിനാണ് സത്രമെന്ന് പറയുക. സമരിയക്കാരൻ അവശനായ യാത്രക്കാരനെ താങ്ങിയെടുത്ത് സത്രത്തിൽ ഇരുത്തി. സത്രക്കാരനോട് പറഞ്ഞു, ഇയാൾ തീരെ അവശനും ദുഃഖിതനുമാണ്. ഇയാൾ നല്ലപോലെ നോക്കണം. ഇയാൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. ഒരു കുറവും വരുത്തരുത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ട്. ഞാനിത് തരാം. തിരിച്ചു വരുമ്പോൾ പോരാതെ വരുന്ന പണം ഞാൻ നിശ്ചയമായും തരും. അയാൾ തൻ്റെ കൈവശമുണ്ടായിരുന്ന പണം സത്രം സൂക്ഷിപ്പുകാരനെ ഏൽപ്പിച്ചു. സമരിയക്കാരൻ എന്തെന്നില്ലാത്ത ആനന്ദം, സന്തോഷം. അയാൾ പാവപ്പെട്ട യാത്രക്കാരനോടും സത്രം സൂക്ഷിപ്പുകാരനോടും യാത്ര പറഞ്ഞ് തൻ്റെ കഴുതപ്പുറത്ത് കയറി അവിടെ നിന്ന് യാത്രയായി. സത്രം സൂക്ഷിപ്പുകാരൻ അയാൾക്ക് നേരെ കൈവീശി. യേശു തൻ്റെ ശിഷ്യന്മാരോട് ഈ കഥ പറഞ്ഞു നിർത്തി. എന്നിട്ട് തൻ്റെ സമീപത്ത് നിൽക്കുന്ന ആ നിയമത്തിനോട് ചോദിച്ചു, അവശനായ യാത്രക്കാരന് ആ വഴി വന്ന മൂവരിൽ ആരാണ് നല്ല അയൽക്കാരൻ? അയാളോട് കരുണ കാട്ടിയ സമരിയക്കാരൻ തന്നെയാണ് അയാളുടെ നല്ല അയൽക്കാരൻ. നിയമജ്ഞൻ യാതൊരു സംശയവും കൂടാതെ മറുപടി പറഞ്ഞു, താങ്കളും പോയി ആ നല്ല സമരിയക്കാരനെ പോലെ പ്രവർത്തിക്കൂ. യേശുനാഥൻ അരുളി ചെയ്തു. അങ്ങനെ നിയമജ്ഞൻ നല്ല അയൽക്കാരൻ ആരാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞു. ഓക്കെ, കൂട്ടുകാർ കഥ കേട്ടിരിക്കുമല്ലോ. ഇതുപോലെ എല്ലാ കൂട്ടുകാരും നല്ല സമരിയക്കാരനായി ജീവിക്കണമെന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ മാഷ് സ്നേഹപൂർവ്വം ആവശ്യപ്പെടുകയാണ്. ഓക്കെ, നമസ്കാരം.